കേരള സഭ ഉദ്ഘാടനം ചെയ്യാനുള്ള ക്ഷണം നിരസിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചീഫ് സെക്രട്ടറിയാണ് ഗവർണറെ ക്ഷണിക്കാനെത്തിയത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ദുർബലമാക്കുന്നുവെന്നും ഇതിനോട് യോജിക്കാനാവില്ലെന്നും ഗവർണർ പറഞ്ഞു. പലതവണ ലോക കേരള സഭ ചേർന്നിട്ടും ക്ഷണിക്കാത്തതിലും നീരസം അറിയിച്ചു. ഈ മാസം 13 മുതൽ 15 വരെയാണ് ലോക കേരള സഭ. റിനു ശ്രീധർ ആണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, അപ്പോൾ പങ്കെടുക്കില്ല എന്ന് ഗവർണർ പറയുകയാണ്. മാത്രമല്ല, മുൻ വർഷങ്ങളൊന്നും ക്ഷണിച്ചില്ല, ഈ വർഷം മാത്രം എന്തിന് ക്ഷണിക്കുന്നു എന്ന ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. തീർച്ചയായും ബിനിൽ, 13 മുതൽ 15 വരെയാണ് 4ാമത് ലോക കേരള സഭ തിരുവനന്തപുരത്ത് നിയമസഭയിൽ നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പരിപാടിയല്ല ഇത് എന്നുള്ളത് പ്രതിപക്ഷം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറി നേരിട്ടാണ് ഗവർണറെ സ്വീകരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ക്ഷണിക്കുവാൻ വേണ്ടി എത്തിയിരുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം. പക്ഷേ പങ്കെടുക്കില്ല, താല്പര്യമില്ല എന്നുള്ളതാണ്. ആ ക്ഷണം നിരസിക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. കാരണം ഇതുവരെ ഇത്തരത്തിൽ ക്ഷണിച്ചിട്ടില്ല, 3 പരിപാടികൾ നടന്നിട്ട് തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ 4ാമത് ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യുവാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് ഗവർണർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ദുർബലമാക്കുകയാണ്, അത്തരത്തിലുള്ളൊരു പരിപാടിയാണ് ഈ ലോക കേരള സഭ എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് തന്നെ ഈ ക്ഷണം നിരസിച്ചിരിക്കുന്നത്. ബിനിൽ, വ്യക്തമാണ്. റിനു ആണ് വിവരങ്ങൾ നൽകിയത്.